ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെ, ചേനയുടെ തണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കൂടെ കുറച്ച് ചെറുപയറും എടുത്തിട്ടുണ്ട്. ചേനത്തണ്ടും ചെറുപയറും. അപ്പോൾ അതെ, ചേനയുടെ തണ്ട് ഇതേപോലെ അങ്ങോട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക. നല്ല തോരൻ്റെ പരുവത്തിന് അറിയാലോ, അതേപോലെ അങ്ങോട്ട് അരിഞ്ഞാൽ മതി. എന്നിട്ട് അടുപ്പിലേക്ക് ചട്ടി വെച്ച് എണ്ണ ചൂടായ ശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചേനത്തണ്ട് ഇങ്ങോട്ട് എടുത്ത് ഇടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അന്നേരത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇതൊന്ന് റെഡിയാവും. ആ സമയത്തേക്ക് നമുക്ക് ഈ തോരൻ്റെ അരപ്പൊതി റെഡിയാക്കാം. കുറച്ച് തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഈ ഒരു ചെറുപയർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ വേവിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ശേഷം ചെറുപയർ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തത്തിപ്പൊത്തി അടച്ച് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.